അങ്ങനെ കൊച്ച് നേർച്ചയിടാൻ പോയി. ഹലോ ഗീസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് കൊല്ലംകോട് പോണ വഴിയാണ്. പണ്ട് കാലത്ത് പാലക്കാട് പോണ വഴി നമ്മളൊരു ക്ഷേത്രമുണ്ട്, കുതിരാൻ ക്ഷേത്രം. അവിടെയാണ് ഞങ്ങളിപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുതിരാന്തരംഗം എത്തി. ചൂട് സമയത്ത് തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. തണുപ്പുള്ള സമയത്ത് ചൂടായിരിക്കും. ഇപ്പം എന്തായാലും നല്ല തണുപ്പുണ്ട്, എന്താണെന്നറിയില്ല. ഇതെന്താ അവസ്ഥ ആവും. തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ വെളിച്ചം മാഞ്ഞ് വരുന്ന വിഷ്വല് അടിപൊളിയാണ് കാണാൻ. കുതിരാൻ തുരങ്കം വരും മുമ്പ് പാലക്കാട് തൃശ്ശൂർക്കുള്ള ബസ്സൊക്കെ ഇതിലെയാണ് പോയിരുന്നത്. നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കുതിരാമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ആരും ഇല്ല, അന്നദാനമൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കൊച്ചിനെ അമ്പലം ഇഷ്ടമായിട്ടുണ്ട്. ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ വരണമെന്നാണ് പറയുന്നത്. പാലക്കാടൊക്കെ പോകുമ്പോൾ സ്ഥിരം ബ്ലോക്ക് ഉണ്ടാവണ ഏരിയയും കൂടിയാണ്. പിന്നെ ഇഷ്ടംപോലെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ സ്ഥലം കൂടിയായിരുന്നു കുതിരാൻ. ഇപ്പോൾ ഇവിടെ ആളനക്കം തന്നെ ഇല്ല. നിരവധി വാഹനങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ പോയിരുന്നതാണ്. ക്ഷേത്രത്തിന് നല്ല വരുമാനം ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പം അതൊന്നുമില്ല. എന്നും അന്നദാനം ഉണ്ടാവാറുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് പോലെ ഈ വീഡിയോയ്ക്ക് വേണം. അപ്പോൾ ഞങ്ങൾ കൊല്ലംകോട് പോയിട്ട് വരാം. ഞങ്ങളിപ്പോൾ ആറുവരിപ്പാതയിൽ നിന്ന് വടക്കഞ്ചേരി നെന്മാറ റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണെന്നുണ്ട്. കൊല്ലംകോട് പോകുന്ന വഴിയാണ് നെന്മാറയ്ക്ക് താഴേക്ക് അടുത്താണ് സ്ഥലം. വെള്ളം വേണം. ഒടുക്കത്തെ ചൂടാണ് ഗെയ്സ്, ഒടുക്കത്തെ ചൂടാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ബസ്സിൻ്റെ പിറകെ പോയാലോ? കൊല്ലംകോട് ബസ്സാണ്. എന്നാൽ ആരോടെങ്കിലും വഴി ചോദിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടു, കൊല്ലംകോട്ടേക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളൂ. നെന്മാറയാണ് ഈ സ്ഥലം. പാലക്കാടിൻ്റെ മണ്ണിലൂടെ പോകുമ്പോൾ അവിടുത്തെ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ പൊളിയാണ്. ഏകദേശം കൊല്ലംകോട് എത്താറായിട്ടുണ്ട്. ഇത് എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നുണ്ട്. ഈ സ്ഥലം വരുന്നത് നടുപാടം മന്ദായം റോഡിലേക്ക് വഴിയാണ്. ഈ വഴി ഇവിടെ കാണാൻ പൊളിയാണ് കേട്ടോ. നേരെ പോയല്ലോ, നമുക്കൊന്ന് ഈ വഴി കൂടെ പോയി നോക്കിയല്ലോ. പോയി നോക്കിയിട്ടില്ല. നടുപാടം മന്ദായം റോഡ്, അതാണ് ഈ വഴി. പാടത്തിൻ്റെ ബാക്കിൽ വലിയ മലയാട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പൂക്കളുണ്ട്. ഇവിടെ ഞാറ് നട്ടിട്ടില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് കൊയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഭാഗത്ത് നെല്ലായിട്ട് വരുന്നുള്ളൂ. ഇവിടെ വൈക്കോല് കെട്ടുകൾ അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിൽ പെടാണ്ടിരിക്കാനായിട്ട് വരമ്പത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ചേച്ചിമാര് അറ്റം വരെ റോഡുണ്ടോ ചേച്ചി? ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വീടുകളുള്ള സ്ഥലത്തേക്ക് എത്തി. പിന്നെ ഇവിടെ ഒരു കുളം കണ്ടു. ഇവിടെ ഒരു വലിയൊരു കുളം ഞങ്ങൾ കണ്ടു. ആ കുളത്തിന് ചുറ്റും തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ട് അടിപൊളിയാട്ടോ. കുറേ തെങ്ങുണ്ട്. തെങ്ങിൻ്റെ ഒപ്പമാണ് ഇവിടെ പാടം കൊയ്ത്ത് കഴിഞ്ഞ്. അവിടെ ഒരു മയിലിനെ കണ്ട ഗെയ്സ്. ഇത് ആൺമയിലാണ്, പീലുണ്ട്.
അപ്പം ഞങ്ങൾ അപ്പുറത്ത് കൂടെയാണ് വന്നത്. ആ ലോറി പോണത് കാണാം. അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. നേരെ പോവാം. ഇവിടുത്തെ തെങ്ങും തോപ്പൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. തെങ്ങൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ തെങ്ങൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നേരെ സ്റ്റഡി ആയിട്ട് നിൽക്കുക. ഇവിടെ എല്ലായിടത്തും കുളമാണല്ലോ. ഇതേ വീണ്ടും ഒരു കുളം. അങ്ങനെ നമ്മൾ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോവാം. അപ്പം മയിലിനോട് ടാറ്റ പറഞ്ഞിട്ട് പോവാം. ടാറ്റ. വൈലറ്റ് കല്യാണം. ഇതാണ് വൈലറ്റ് കല്യാണി. ഈ നെല്ലിൻ്റെ പേരാണ് വൈലറ്റ് കല്യാണിന്ന്. അത് ഒരു പ്രത്യേകത നെല്ലാണെന്ന് പറഞ്ഞത്. ഇത് കണ്ടം പൂട്ടി കിടക്കുന്നതാണ് ട്രാക്ടർ കൊണ്ട്. അപ്പോൾ ഇനി ഞാറിടാൻ വേണ്ടിയിട്ടായിരിക്കും. തൊട്ടപ്പുറത്തെ കണ്ടത്തിൽ ഞാറിട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പല രീതിയിലാണ് ഇവിടെ ഞാറിടുന്നത്. ഇപ്പം ഞങ്ങൾ കൊല്ലംകോട് ടൗണിൽ നിന്ന് ഒരു ചേട്ടനോട് വഴി ചോദിച്ചപ്പോൾ ടൗണിൽ നിന്ന് റൈറ്റിലോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന് ഒരു ബോർഡ് കണ്ടു. ഞങ്ങൾ ആ വഴിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ സീതാർകുണ്ട് വഴി എത്തി. അപ്പോൾ കുറച്ച് വന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ കൊല്ലംകോട് മലനിരകളുടെ പ്രത്യേക ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് റൂട്ടിലൂടെ വന്നിട്ട് പനകൾ കണ്ടില്ല എന്ന് പറയണ്ടത്. അങ്ങനെ അതും കണ്ടു. ഇവിടെ ഈ റൂട്ടിൽ ഇഷ്ടംപോലെ പനയാണ്. എന്താ ഒരു ചായക്കടി. ആ ചായക്കടയാണ് ഇത്. രാമൻചേട്ടൻ്റെ അല്ല, ചെല്ലൻചേട്ടൻ്റെ ചായക്കട. പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഇത്. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കുറേ പേരോട് വഴി വെച്ചു. അങ്ങനെ ഒടുക്കെത്തി. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരാൻ പറ്റിയാണ്. മാപ്പ് ഇടാനായിട്ട് മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകണമെന്ന് വെച്ചിട്ടാണ് ഗൂഗിൾ മാപ്പ് ഇടാനത്. ഞങ്ങൾ അങ്ങനെ ഒടുവിൽ അങ്ങനെ ഈ സ്ഥലത്ത് എത്തി. ഇവിടെ കുറച്ച് നെൽപ്പാടങ്ങളും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ കൃഷിയുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പപ്പായ കൃഷിയുണ്ട്. നല്ല ചൂടാണ്. മഴക്കാലത്ത് വരണം ഇവിടേക്ക്. പിന്നെ പന്നി ഇറങ്ങാണ്ടിരിക്കാൻ ഇലക്ട്രിക് വേലി ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ പാടത്തും ഉണ്ട് ഇലക്ട്രിക് വേലി. പാടത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാവ് കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പല തരത്തിലുള്ള കൃഷിയാണ്. അങ്ങനെ കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മരത്തിൽ പിടിച്ച് നിർത്തുകയാണ്. ഏത് ഈ പൂവോ? ഇത് കണ്ടോ? നിങ്ങൾ അതെല്ലാം അതിൻ്റെ അപ്പുറം ചെയ്യും. പണ്ടത്തെ ഇത് എന്നിട്ട് ബുക്കിൽ ചെന്നിട്ട് കിട്ടുക ഒന്നും കിട്ടത്തില്ല. വെറുതെ ഞങ്ങളുടെ ഒരു നോസ്റ്റു പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നു മയിൽപ്പീലി പോലെ ഇങ്ങനെ. മയിൽപ്പീലിന്റെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ട്രാക്ടറിൻ്റെ 2 വീല്. ഇതെന്തിനാ ഇവിടെ ഓടുന്ന ചെയ്യുന്നത്? ട്രാക്ടറൊന്നും കാണാനില്ലല്ലോ. ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പുര കണ്ടു. ഇവിടെ നെല്ലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല. സ്ഥലത്തിയപ്പോൾ ഈ റോഡിൻ്റെ എൻഡാണ്. ഇതൊരു വലിയൊരു പാറയാണ്. ആ പാറയുടെ നടുക്കിലാണ് ഇങ്ങനൊരു കരയുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഏത് മാവിന്റെ മണ്ടയ്ക്കായിരുന്നു. മാങ്ങ ഇതേ ഒരു മാങ്ങ നിൽക്കണു കണ്ട. കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. ഏതാ കോടയല്ലത്? വെയിലല്ലേ, വെയിലടിച്ചിട്ടുള്ളതല്ലേ, കോടയുടെ പോലെ ഉണ്ടല്ലേ. അതറിയില്ല കേട്ടോ. നല്ല കുഴിൻ്റെ ഫോൺ നോക്കിക്കോ. അപ്പൊ നമ്മളെ വീഡിയോയിലൊക്കെ കാണുന്ന പാടം ഇതാണ്. അപ്പുറത്തിപ്പുറത്തും കുറെ പനകളും പിന്നെ ആനയുടെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞങ്ങൾ താമരപ്പാടം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ ബിസ്മി ക്യാൻറ്റീൻ എന്നിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവുന്നില്ല. ചായ കുടിക്കാൻ കയറുകയാണ്. ചായ കുടിച്ചു. അടിപൊളി ചായയാണ്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ചായ പറഞ്ഞിട്ട് കുടിക്കുന്നത്. പിന്നെ വിശപ്പും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പുകാലമായതുകൊണ്ട് കുറേ ഹോട്ടലൊക്കെ അടച്ചിട്ടൊക്കെയാണ്. നെല്ലിയാമ്പതി മലനിരകളാണ് അല്ലേ? നെല്ലിയാമ്പതി മലനിരകളാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അവിടെ ഒരു കോടമഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ക്യാമറയിൽ കിട്ടുമെന്നറിയില്ല. മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ പൊളിയാണ് ഇവിടുന്ന് കാണാൻ. നിങ്ങൾ ആരെങ്കിലും കൊല്ലങ്കോട്ടേക്ക് വരികയാണെങ്കിൽ വഴി അറിയില്ലെങ്കിൽ അവിടുന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഒരു ബോർഡ് കാണും. ആ വഴി മെയിൻ റോഡിൽ നിന്ന് ആ വഴി വരിക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ടേണിങ്ങിൽ തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് റൈറ്റിലേക്ക് ഒരു ചെറിയ വഴി പോകുന്നുണ്ടാവും. 1 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അരവിയേട്ടൻ്റെ നെൽപ്പാടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താമരപ്പാടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആനയുടെ സ്റ്റാറ്റ്യൂ ഉണ്ട്. അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. പിന്നെ ഇവിടെ നെല്ലൊക്കെ കൊയ്യാറായി എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പ് പോയി, നെല്ലിൻ്റെ പച്ചപ്പ് പോയി. പിന്നെ ഇനി വരികയാണെങ്കിൽ നെല്ലൊക്കെ നല്ല പച്ചപ്പുള്ളപ്പോൾ വരണം. അപ്പോഴാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പൊളി. നെൽപ്പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കുറേ പനകൾ കാണാം. ഇപ്പം തൃശ്ശൂർ നെൽപ്പാടങ്ങളൊക്കെ ആണെങ്കിൽ മലകളൊന്നും ഉണ്ടാവില്ല. എന്നാലും തൃശ്ശൂരത്തെ കാണാനും പൊളിയാണ്. പുള്ളുപാടൊക്കെ അടിപൊളി തന്നെയാണ്. ഇവിടെ നെല്ലിയാമ്പതി മലനിരകളുള്ള കാരണം ഈ കൊല്ലങ്കോട് പാടത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നത് ഇതേപോലെ പൈപ്പ് വെച്ചിട്ടാണ്. നമ്മളവിടേക്ക് ആണെങ്കിൽ പീച്ചി കനാലുണ്ട്, പീച്ചി ഡാമിൽ നിന്ന് വരുന്ന കനാലുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ കറക്റ്റ് സമയത്ത് വെള്ളം കിട്ടും, നെല്ലിന് ആവശ്യമുള്ള വെള്ളം കിട്ടും. പീച്ചിലത്തെ വെള്ളമൊക്കെ ആണെങ്കിൽ പീച്ചി ഡാമൊക്കെ തുറക്കുമ്പോൾ തോടൊക്കെ നമ്മൾ കെട്ടിയിട്ട് വേണം വെള്ളം കയറ്റി വിടാൻ. ഇവിടെ ഇങ്ങനെ കുറേ പനകളുണ്ട് വരമ്പിൻ്റെ നടുവിലേക്ക് ആയിട്ട്. പാടത്തിൻ്റെ വരമ്പത്ത് കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അവിടെ കാണുന്നതാണ് ആനയുടെ സ്റ്റാറ്റ്യൂ. ഇപ്പം സൂം ചെയ്തിട്ടാണ് കിട്ടിയത്. അവിടെ കുറച്ച് നടക്കാണ്ട്. ഇവിടെ എങ്ങനെ മനസ്സിലായ? ആണോ? ഇവിടെ പന്നി ഇറങ്ങണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇലക്ട്രിക് വേലിയൊന്നും ഇല്ല അവിടുത്തെ പോലെ. ബായോ, നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം. പനനങ്ക് ഉണ്ടാവോ? എവിടെ? എന്തിട്ടാ പനനങ്കോ? ഗെയ്സ്, ഈ പനനങ്ക് ഉണ്ട്.
ഏതോ കുഞ്ഞിക്കിളിയുടെ മുട്ടയുടെ തോട് വിരിഞ്ഞിറങ്ങിയതാണോ ആരെങ്കിലും തിന്നാണോ നടത്തില്ല. കുഞ്ഞിക്കിളിയുടെ കിളി ഇപ്പോൾ പറന്നു പോയിണ്ടാവില്ലേ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അതായിരിക്കും ബൈ.